കോടികളുടെ മരം കൊള്ളയ്ക്കായി ആന്റോ അഗസ്റ്റിൻ നടത്തിയത് വൻ ഗൂഢാലോചന. ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവ് ഇതിന്റെ ഭാഗമാണ്. വനം വകുപ്പ് മേപ്പാടി റേഞ്ച് ഓഫീസറായിരുന്ന സമീറിന്റെ മൊഴി ഇത് ശരിവെക്കുന്നു. 1500 കോടിയോളം രൂപയുടെ മരം കൊള്ളയായിരുന്നു ലക്ഷ്യം. തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു. രാജീവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാജീവ്, ആ ഉത്തരവിലെ അവ്യക്തത തന്നെ ഇതിന്റെ പ്രഥമ ഉദാഹരണമാണ്. കാരണം ഏതു രീതിയിലാണ് ഈ ഗൂഢാലോചന നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. അവ്യക്തമായ രീതിയിലുള്ള ഉത്തരവ്, അതിന്റെ മറവിൽ കോടികളുടെ മരം മുറിച്ച് കൊള്ള നടത്തുന്നു. എന്തായാലും ഇതിന്റെ പിന്നിലുള്ള ആന്റോ അഗസ്റ്റിന്റെ പങ്കും ഗൂഢാലോചനയുടെ ലക്ഷ്യവുമൊക്കെ ഏതു രീതിയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രോഹിണി, ഈ വിവാദങ്ങൾ വളരെ ശക്തമായി ഉയർന്ന ശേഷം ആന്റോ അഗസ്റ്റിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഈ 1-2 കോടി രൂപയ്ക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുമോ? കോടിക്കണക്കിന് രൂപയാണ് ഞാൻ ജീവനക്കാർക്ക് ശമ്പളം മാത്രം ഒരു മാസം നൽകുന്നത് എന്നായിരുന്നു ആന്റോ അഗസ്റ്റിൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ 1-2 കോടിയുടെ ഇടപാടുകളോ കൊള്ളയോ ഒന്നും നടത്താനായിരുന്നില്ല ആന്റോ അഗസ്റ്റിൻ ലക്ഷ്യമിട്ടത്. ഈ രേഖകൾ തന്നെ പരിശോധിച്ചാൽ, അതായത് അന്ന് മേപ്പാടി റേഞ്ച് ഓഫീസറായിരുന്ന സമീറിന് മുന്നിലേക്ക് ആന്റോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ എത്തുകയാണ്. ഈ മരം മുറിക്കുന്നതിനുള്ള അനുമതി, അതിൻ്റെ പാസ് നൽകണമെന്ന ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത്. ഈ സമീർ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴിയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ആ മൊഴിയിൽ കൃത്യമായി പറയുന്നത് 3000 വീട്ടിമരങ്ങൾ തങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്നാണ്. മുട്ടിൽ മേഖലയിൽ മാത്രം 3000 വീട്ടിമരങ്ങൾ തങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അത് മുറിച്ച് മാറ്റുന്നതിനുള്ള പാസ് നൽകണം, മുറിച്ച് കടത്തുന്നതിനുള്ള പാസ് നൽകണമെന്നാണ് സമീറിനോട് ആന്റോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഓഫീസിലേക്കെത്തി ആവശ്യപ്പെടുന്നത്. 3000 വീട്ടിമരങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം 1500 കോടി രൂപയ്ക്കടുത്ത് മരം കൊള്ളയാണ് ആന്റോ അഗസ്റ്റിനും സംഘവും ലക്ഷ്യമിട്ടിരുന്നത്. അത് 1, 2, 3 കോടിയൊന്നുമല്ല, 1500 കോടി രൂപയ്ക്കടുത്ത് മരം കൊള്ള. നിലവിൽ ഏകദേശം 120ഓളം മരങ്ങൾ മുറിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനുമൊക്കെ അപ്പുറത്തേക്ക് 3000ഓളം മരങ്ങൾ മുറിക്കാനുള്ള വളരെ വലിയ ആസൂത്രിതമായ നീക്കം തന്നെയാണ് ആന്റോ അഗസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിനു വേണ്ടിയുള്ള ശ്രമം, അതിൻ്റെ മറവിൽ 1500 കോടി രൂപ നേടാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ആന്റോ അഗസ്റ്റിൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 കോടിയുടെ കൊള്ളയായിരുന്നില്ല അവർ ലക്ഷ്യമിട്ടത് എന്നതാണ് ഈ മൊഴിയിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത്. ഇനി എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഗൂഢാലോചനയിലേക്കാണ്. ഗൂഢാലോചന വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടി ഇതിൽ തന്നെ പറയുന്നുണ്ട്. അതായത് 2020 ഒക്ടോബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ജയതിലക്ക് പുറത്തിറക്കുന്നത്. ഈ സംരക്ഷിത മേഖലയിൽ, അതായത് ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുമതി, പട്ടയഭൂമിയിൽ നിന്ന് ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുന്നു. ആ ഉത്തരവിലാണ് വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ അത് വലിയ ചർച്ചയായതുമാണ്. അതുകൊണ്ടാണ് 3 മാസത്തിനപ്പുറം ഈ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഉത്തരവുമായാണ് ആന്റോ അഗസ്റ്റിൻ സംഘവും പിന്നീട് ഈ സമീറിനെ സമീപിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം ആന്റോ അഗസ്റ്റിൻ പറയുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഉത്തരവ് സർക്കാരിൽ നിന്ന് മേടിച്ചെടുത്തത്, റവന്യൂ സെക്രട്ടറിയിൽ നിന്ന് വാങ്ങിയെടുത്തതെന്ന് സമീറിനോട് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല 3 മാസം കഴിയുമ്പോൾ ഈ ഉത്തരവ് റദ്ദാക്കപ്പെടുമെന്ന് മുൻകൂട്ടി തന്നെ ആന്റോ അഗസ്റ്റിൻ സമീറിനോട് പറയുന്നു. അതായത് റേഞ്ച് ഓഫീസറിനോട് പറയുന്നു എന്ന് റേഞ്ച് ഓഫീസർ SITക്ക് മൊഴി നൽകിയിരിക്കുന്നു. അതായത് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ വലിയ ഗൂഢാലോചന, കോടികളുടെ മരം മുറിച്ച് കടത്താനുള്ള വലിയ ഗൂഢാലോചനയാണ് ഈ വിഷയത്തിൽ നടന്നത്. സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ തുടങ്ങി കൽപ്പറ്റയിലെ ജില്ലാ കളക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് വരെ നീളുന്ന വലിയ ഗൂഢാലോചനയാണ് ഈ വിഷയത്തിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആന്റോ അഗസ്റ്റിൻ വളരെ നിസ്സാരമായി പറഞ്ഞതുപോലെ 1-2 കോടിയുടെ കൊള്ളയല്ല, 1500 കോടി രൂപയ്ക്കടുത്തുള്ള കൊള്ള. അതിന് സെക്രട്ടേറിയറ്റിലെ റവന്യൂ സെക്രട്ടറി, അന്നത്തെ റവന്യൂ സെക്രട്ടറി, ഇന്നത്തെ ചീഫ് സെക്രട്ടറി ജയതിലക് വരെ കൂട്ടുനിന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജയതിലക് ഉൾപ്പെടെയുള്ളവരെ മറയാക്കിക്കൊണ്ട്, അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം ആന്റോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. അതിനുവേണ്ടി മുട്ടിൽ മേഖലയിലെ പാവപ്പെട്ട വനവാസികളെ മറയാക്കുന്നു, ഈ വനവാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിനുശേഷം വീട്ടുമരങ്ങൾ വ്യാപകമായി മുറിക്കുന്നു. ഏതായാലും കൃത്യമായൊരു ഇടപെടൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ 3 മാസം കൊണ്ട് 3000 വീട്ടുമരങ്ങൾ മുറിച്ചു മാറ്റുമായിരുന്നു. സമീറിനോട് ആന്റോ അഗസ്റ്റിൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 3000 വീട്ടുമരങ്ങൾ തങ്ങൾ ഇതിനകം കണ്ടുവച്ചിട്ടുണ്ട്. ആ മരങ്ങൾ മുറിച്ചു കടത്താനുള്ള പാസ് അനുവദിക്കണമെന്നാണ് ആവശ്യം. ലക്ഷങ്ങൾ വിലയുള്ള 500 വർഷം പഴക്കമുള്ള വീട്ടുമരങ്ങളാണ് മുറിച്ചു കടത്താനുള്ള നീക്കം ആന്റോ അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ്. കൃത്യമായ ഗൂഢാലോചന നടന്നിരിക്കുന്നു, കൃത്യമായ ആസൂത്രണം ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഈ മരംകൊള്ള നടത്താൻ ആന്റോ അഗസ്റ്റിൻ സഹോദരന്മാർ ലക്ഷ്യമിട്ടത്. രോഹിണി, അതെ, അത് മാത്രമല്ല രാജീവ്, ഈ ഉത്തരവ് ഇറക്കിയപ്പോൾ മുതൽ തന്നെ ആ ഗൂഢാലോചനയുടെ പങ്കും വ്യക്തമാകുന്നതാണ്. കാരണം അവ്യക്തമായ രീതിയിൽ താൽക്കാലികമായി ആന്റോ അഗസ്റ്റിൻമാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഉത്തരവ് തന്നെയാണ് ഇറക്കിയത്. ആ ഉത്തരവ് നിലനിന്ന കാലയളവിൽ പരമാവധി മരങ്ങൾ മുറിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ ഉത്തരവ്
ഉത്തരവ് മരവിപ്പിക്കുന്നു. പക്ഷേ അതിനിടയിൽ ഈ ഗൂഢാലോചനക്കാർ എന്താണോ ലക്ഷ്യമിട്ടത് അത് പ്രാവർത്തികമാക്കാൻ ഒരു 90% സാധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പിന്നീട് നിയമ നടപടികളിലേക്ക് പോകുന്ന വേളയിൽ പോലും നമുക്കറിയാം ഈ മുറിച്ചിട്ട മരങ്ങൾ റോഡിന്റെ ഭാഗത്തേക്ക് നീക്കിക്കൊണ്ടുവരാൻ പോലും ചില അദൃശ്യകരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അന്ന് ആന്റോ അഗസ്റ്റിൻ ഹൈക്കോടതിക്ക് മുൻപാകെ ഒരു ഹർജിയും ഫയൽ ചെയ്തിരുന്നു. ഈ മരങ്ങൾ വെറുതെ നിലത്തിട്ടിരിക്കുന്നത് കൊണ്ട് കേടായി പോകും, അത് നിയമ നടപടികൾ കഴിഞ്ഞ് തങ്ങളിലേക്ക് എത്തുമ്പോൾ അത് അതേപടി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതടക്കം. അപ്പോൾ ആന്റോ അഗസ്റ്റിന് കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയാമായിരുന്നു, എപ്പോൾ വെട്ടണം, ഏത് രീതിയിൽ നടപ്പിലാക്കണം, എങ്ങനെയൊക്കെ കടത്തണം എന്നുള്ള കാര്യത്തിൽ. കാരണം അതിന് റവന്യൂ വകുപ്പിന്റെയും സർക്കാരിന്റെയും തലത്തിലുള്ള ഒത്താശ ഉണ്ടാകുമെന്നുള്ളതും അറിയാമായിരുന്നു. ഇവരുടെ എല്ലാം പൂർണ്ണ ബോധ്യത്തോടു കൂടിയും പൂർണ്ണ ഒത്താശയോടും കൂടിയല്ലേ ഈ പ്രവൃത്തി ആന്റോ അഗസ്റ്റിൻ നടത്തിയത്. രോഹിണി, നമ്മളിപ്പോഴും ആന്റോ അഗസ്റ്റിൻ പറയുന്ന ആ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ മുഖവിലക്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും, അതായത് ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടല്ല ഈ ഉത്തരവിറങ്ങിയെന്നാണ് ആന്റോ അഗസ്റ്റിൻ പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും മരങ്ങൾ മുറിച്ചിട്ടുണ്ട്, ആ മരങ്ങൾ മുറിച്ചതും ഇതിൻ്റെ ഭാഗമായി കണക്കാക്കാൻ കഴിയുമോ എന്നൊക്കെ ആന്റോ അഗസ്റ്റിൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ഉത്തരവിറങ്ങിയിരിക്കുന്നത് ആന്റോ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. മുട്ടിൽ മേഖലയിൽ നിന്ന് വീട്ടിമരങ്ങൾ, വർഷങ്ങൾ പഴക്കമുള്ള വീട്ടിമരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഉത്തരവിറങ്ങിയതെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ചുള്ള തെളിവുകളാണ് ജനം ടി വി പുറത്തുവിടുന്നത്. അന്ന് മേപ്പാടി റേഞ്ച് ഓഫീസറായിരുന്ന സമീറിന് മുന്നിലേക്ക് എത്തുമ്പോൾ ആന്റോ അഗസ്റ്റിൻ പറയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഉത്തരവ് വാങ്ങിയത്. മാത്രമല്ല, നമുക്കറിയാം അന്ന് 2020 ഈ ഉത്തരവ് പുറത്തിറങ്ങിയതിന് ശേഷം വനം വകുപ്പിൽ നിന്ന് തന്നെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ പോയിരുന്നു. അന്ന് റവന്യൂ വകുപ്പിന് നൽകുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു ഉത്തരവ് പുറത്തിറങ്ങിയാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സംസ്ഥാനത്ത് വ്യാപകമായി മരം കൊള്ളയ്ക്ക് ഇടയാക്കുമെന്ന മുന്നറിയിപ്പ് അന്ന് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ നൽകിയതാണ്, റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ നൽകിയതാണ്. എന്നാൽ ആ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ പിന്നീട് സെക്രട്ടേറിയറ്റിൽ നിന്ന് വരെ മാറ്റുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഏതായാലും വലിയ വിവാദങ്ങൾ ഉണ്ടായതോടെ 3 മാസം കഴിയുമ്പോൾ ഈ ഉത്തരവ് റദ്ദാക്കുകയാണ്. മാത്രമല്ല, ഈ ഉത്തരവ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആദ്യം ഇറങ്ങിയ ഉത്തരവ് അനുസരിച്ച് ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പല ഉദ്യോഗസ്ഥരും ഈ അപേക്ഷ നിരസിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ജയതിലക വീണ്ടും ഒരു ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നത്, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ മരം മുറിക്കുന്നതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ്. വളരെ വിചിത്രമായ ഒരു ഉത്തരവായിരുന്നു ആ രീതിയിൽ ഇറക്കിയത്. അതായത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും, ഇവർ എന്ത് പറയുന്നു അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, മരങ്ങൾ മുറിക്കാനുള്ള അനുമതി നൽകുക, അതിലുള്ള ഇടപെടലും നടത്തിയിരിക്കുന്നത് ആന്റോ അഗസ്റ്റിനും സംഘവുമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് സമീറിനോട് ആന്റോ അഗസ്റ്റിൻ ടീം തുറന്നു പറഞ്ഞിരിക്കുന്നത്, ആന്റോ അഗസ്റ്റിൻ സഹോദരങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇനിയെങ്കിലും പാസ് നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതിൽ തന്നെ ഏറ്റവും നിർണായകമാകുന്നത് സംസ്ഥാനത്തെ 3000 വീട്ടുമരങ്ങൾ, അതായത് മുട്ടിൽ മേഖലയിൽ നിന്ന് മാത്രം 3000 വീട്ടുമരങ്ങൾ മുറിച്ചു കടത്താൻ കൃത്യമായ ആസൂത്രണം നടന്നിരുന്നു. ആ മരങ്ങൾ കണ്ടുവച്ചിരുന്നു. ആ മരങ്ങൾ മുറിച്ചു കടത്തി അതിൽ നിന്ന് 1500 കോടിയുടെ മരം കൊള്ളയാണ് ആന്റോ അഗസ്റ്റിൻ സംഘവും അതുപോലെ തന്നെ അത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും അന്ന് റവന്യൂ സെക്രട്ടറിയുമായിരുന്ന ജയതിലക ഉൾപ്പെടെയുള്ളവരും ചേർന്ന വലിയ ഗൂഢാലോചന നടത്തിയത് അതിനുവേണ്ടി തന്നെയാണ്, ഈ കൊള്ളയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്യും. രോഹിണി. ശരി രാജീവ്, എന്തായാലും കോടികളുടെ മരം കൊള്ളയ്ക്കായി ആന്റോ അഗസ്റ്റിൻ നടത്തിയത് വൻ ഗൂഢാലോചന എന്ന് തന്നെയാണ് വെളിവാകുന്നത്. ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവ് ഇതിന്റെ ഭാഗമാണ്. വനം വകുപ്പ് മേപ്പാടി റേഞ്ച് ഓഫീസറായിരുന്ന സമീറിന്റെ മൊഴിയും ഇത് ശരിവെക്കുന്നു. 1500 കോടിയോളം രൂപയുടെ മരം കൊള്ളയായിരുന്നു ലക്ഷ്യം. ഇതിന്റെ തെളിവുകളാണ് ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത്. രാജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.